ഇന്നലെ ഇവിടെ കുറേ ശുശ്രൂഷകൾ നടന്നു. ആ ശുശ്രൂഷകളുടെ ഏതോ ഒരു ശുശ്രൂഷയിൽ പെട്ടെന്ന് കർത്താവ് ഒരു വചനം വ്യാഖ്യാനിക്കാനുള്ള അഭിഷേകം നൽകി. അപ്പോൾ ഞാനത് ഇങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്. അതായത് ആ വചനം വരുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷമാണ്. 7:7 നിന്നാണ് ആ വചനം വരുന്നത്. അത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം, അതായത് സുവിശേഷം 7-ാം അധ്യായം 7-ാമത്തെ വാക്യം. അതിൻ്റെ സന്ദർഭം ഒരു റോമൻ സെഞ്ചൂറിയനാണ്, ശതാധിപൻ, പടയാളി, 10 പട്ടാളക്കാരുടെ അധിപനാണ് സെഞ്ചൂറിയൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൃത്യൻ രോഗബാധിതനായി വീട്ടിൽ കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി കുറച്ച് സ്നേഹിതരെ കർത്താവിൻ്റെ അടുത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ കുറേ യോഗ്യതകൾ പറയുന്നുണ്ട്. നമുക്ക് സിനഗോഗ് പണിത് തന്നിട്ടുണ്ട് എന്നൊക്കെ പറയും, നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയും. ആദ്യം അങ്ങനെയാണ് പറയണത്. ഈ മനുഷ്യന് ഇത് ചെയ്ത് കൊടുക്കാൻ അയാൾ യോഗ്യനാണ്. കാരണം അദ്ദേഹം നമുക്ക് ഒരു സിനഗോഗ് പണിത് തന്നിട്ടുണ്ട്, പിന്നെ നമ്മുടെ ജനത്തെ അദ്ദേഹം സ്നേഹിക്കുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പം 2 നിസ്സാരമായ യോഗ്യതയല്ല, കർത്താവിന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലാൻ പറ്റിയ നല്ല യോഗ്യതകളാണ് പറയുന്നത്. അതായത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 5-ാമത്തെ വാക്യം. അവർ യേശുവിൻ്റെ അടുത്ത് വന്ന് കീഴപേക്ഷിച്ച് പറഞ്ഞു, നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ യോഗ്യനാണ്. യോഗ്യതയാണ് നമ്മളുടെ ഇന്നത്തെ ഉടമ്പടി ധ്യാനത്തിൻ്റെ സബ്ജക്റ്റ്. നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ്, യോഗ്യനാണ്. അത് ഐസയ്യ 7:4 തിരുവചനമാണ്. എന്താണ് അവൻ്റെ യോഗ്യത? എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. അതാണ് ഒരു യോഗ്യത. 2ാമത്തെ യോഗ്യത എന്താണ്? അവൻ നമുക്കൊരു സിനഗോഗ് പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അതാണ് ഒരു യോഗ്യത. 2 യോഗ്യതയാണ്. ഒന്ന് പള്ളി പണിത് കൊടുത്തിട്ടുണ്ട്, പ്രാർത്ഥനാലയം പണിത് കൊടുത്തിട്ടുണ്ട്. 2ാമത്തത് ജനത്തെ സ്നേഹിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തെ അടുത്ത വചനം പറയുന്നത് യേശു അവനോടൊപ്പം പുറപ്പെട്ടു എന്നാണ്. യേശു അവരോടൊപ്പം പുറപ്പെട്ടു. പക്ഷെ വീടിനോടടുത്തപ്പോൾ ആ ശതാധിപൻ തൻ്റെ സ്നേഹിതരെ ചേരെ അയച്ച് അവനോട് പറഞ്ഞു, കർത്താവേ, അങ്ങ് ബുദ്ധിമുട്ടേണ്ട. ലൂക്ക 7-ാം അധ്യായം 6-ാമത്തെ വാക്യം. കർത്താവേ, അങ്ങ് ബുദ്ധിമുട്ടേണ്ട. അങ്ങ് എൻ്റെ വീട്ടിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് എൻ്റെ വീട്ടിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അപ്പം ഇവിടെ വരുന്ന വിഷയം, 2 യോഗ്യത ഓൾറെഡി പറഞ്ഞവർ എന്തൊക്കെയാണ് പറഞ്ഞത്? യഹൂദന്മാരെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു. വിജാതീയനാണ്, റോമക്കാരനാണെങ്കിലും യഹൂദന്മാരെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. 2ാമത്തെ യോഗ്യത ജനം കണ്ടെത്തിയത് നമുക്കൊരു വലിയ ദേവാലയം അവർ പണി ചെയ്ത് അയാൾ പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2ഉം പറഞ്ഞെങ്കിലും ശതാധിപന് ഇതൊന്ന് യോഗ്യതയായിട്ട് അങ്ങേര് കണക്കാക്കിയിട്ടില്ല. അങ്ങേര് യഹൂദന്മാരെ സ്നേഹിച്ചത് അദ്ദേഹത്തെ കർത്താവിൻ്റെ അടുത്ത് വരാനുള്ള ഒരു യോഗ്യതയായിട്ട് അങ്ങേര് കണക്കാക്കണില്ല.
എനിക്ക് അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ യോഗ്യതയെന്ന് തോന്നണേ. അതായത് ജനങ്ങൾ പറഞ്ഞു 2 യോഗ്യത അദ്ദേഹത്തിനുണ്ട്. ഒന്ന്, പള്ളി പണിത് തന്നിട്ടുണ്ട്. രണ്ടാമത്തത് അദ്ദേഹം നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. ഇത് 2 യോഗ്യത അദ്ദേഹത്തിനുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഈശോ ആ ജനങ്ങളെ മാനിച്ച് ഈശോ അവൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. പക്ഷേ ശതാധിപൻ ഈശോ വീട്ടിലേക്ക് വരുന്നെന്ന് കേട്ടപ്പോൾ അത് പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിപ്പോയി. മക്കളെ ശ്രദ്ധിക്കണം അച്ഛൻ പറയണത്. അതായത് ഈശോ വീട്ടിലേക്ക് വരുന്നു, അത് ഒരിക്കലും ആ മനുഷ്യൻ ചിന്തിക്കാത്തൊരു വിഷയമാണ്. ഒരിക്കലും ആ മനുഷ്യൻ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. ഈശോ വീട്ടിലേക്ക് വരണമെന്ന് ആരോ ഓടിച്ചെന്ന് ആ മനുഷ്യനോട് പറഞ്ഞു, ഈശോ നമ്മുടെ വീട്ടിൽ വരുമെന്ന് പറഞ്ഞു. ഉടനെ ഈ മനുഷ്യൻ സെഞ്ചൂറിയൻ ചാടി പുറപ്പെട്ട് ഈശോൻ്റെ അടുത്ത് ആളെ വിട്ട് പറഞ്ഞു, എളുപ്പം ചെല്ല്, ഇങ്ങോട്ട് വരണ്ടെന്ന് പറയാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു വിട്ട് അതാണ് ആ ഒരു സീനൊക്കെ ഭയങ്കര ഹൃദ്യമാണ്. അതായത് ഈ മനുഷ്യനത് പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഈശോ വരണമെന്ന് കേട്ടപ്പോൾ ഈ മനുഷ്യൻ വരണ്ട എന്ന് പറയുകയാണ്. എന്നിട്ട് എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കാരണം പറയണത്, കർത്താവേ, അങ്ങ് എൻ്റെ വീട്ടിലേക്ക് വരാനുള്ള യോഗ്യത എനിക്കില്ല. എന്നിട്ട് പറയും, ഒരു വാക്ക് നീ വഴിയെന്ന് പറഞ്ഞാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളാം. ഒരു വാക്ക് നീ വഴി നിന്ന് പറഞ്ഞാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും. പ്രിയപ്പെട്ടവർ, എന്തോ ഒരു ഹൃദ്യമാണ് ഈ വർത്തമാനം കേൾക്കാൻ. അതായത് കർത്താവിൻ്റെ അത്രയും പ്രാധാന്യം കർത്താവിൻ്റെ വാക്കിന് കൊടുക്കുന്ന ഒരു വിജാതിയൻ. ഇതൊരു വല്ലാത്ത സുവിശേഷമാണ്. അതായത് കർത്താവിൻ്റെ അത്രയും പ്രാധാന്യം കർത്താവിൻ്റെ വാക്കിന് കൊടുക്കുന്ന ഒരു വിജാതിയൻ. ഇപ്പം നിങ്ങളും കർത്താവിൻ്റെ വാക്കുകളാണ് കേൾക്കണത്, അല്ലേ? അതായത് കർത്താവിൻ്റെ വാക്കിന് നമ്മൾ കർത്താവിൻ്റെ അത്രയും വില കൊടുക്കാൻ ഈ ശതാധിപനെ പോലെ വിശ്വാസത്തിൽ വളരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എന്നാൽ നിൻ്റെ എല്ലാ വിഷയത്തിനും ഒരു ദൈവതീരുമാനം ഉണ്ടാകും. എന്താ ഞാൻ അച്ഛൻ പറഞ്ഞത്? കർത്താവിൻ്റെ അത്രയും വില. ഇപ്പം ഞാൻ നിങ്ങൾ ഇപ്പം കൃപാസനം ധ്യാനം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതെല്ലാവരും അധികം കേൾക്കത്തില്ല. കാര്യം അതിൻ്റെ അകത്ത് കോമഡികളില്ല, കഥകളില്ല, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്കറിയാമല്ലോ, എല്ലാം ഈശോൻ്റെ വചനങ്ങൾ മാത്രമേ ഉള്ളൂ. കാര്യം നമ്മൾ ഈ കൃപാസനം ധ്യാനം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് കർത്താവിൻ്റെ വചനം അത് കലർപ്പില്ലാതെ സ്വീകരിക്കാൻ അത്രയും വിശ്വാസവും സ്നേഹവും ഉള്ളവരാണ് അതുകൊണ്ട് പ്രയോജനപ്പെടുത്തുന്നത്. എന്തൊരു സാക്ഷ്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോഴേ എൻ്റെ സഹോദരൻ മനസ്സിലാക്കണം, അതായത് കർത്താവിൻ്റെ വചനം കർത്താവ് വഴി നിന്ന് പറഞ്ഞാലും മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളൂ എന്നൊരു വിശ്വാസമില്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ അവിടെ അത്രയും പ്രാധാന്യം തന്നെ വചനത്തിന് കൊടുക്കുന്ന ഒരു വിജാതീയനാണ്, യഹൂദനല്ലാത്ത മനുഷ്യനാണ്. ഈ ദൈവത്തിൻ്റെ അത്രയും പ്രാധാന്യം വചനത്തിനും കൊടുക്കുന്ന ഒരു വിജാതീയൻ്റെ അനുഭവമാണ് ഈ സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ കാമ്പ്. പക്ഷെ ഇത് വല്ലാത്ത ഒരു സന്ദേശം നമുക്ക് തരുന്നുണ്ട്. എന്താണ്? നമ്മൾ വചനം നിവൃത്തിയാകുന്നതിനും വചനം ഗ്രഹിക്കുന്നതിനും വചനം കേൾക്കുന്നതിനുമൊക്കെ ദൈവതുല്യമായ ഒരു സ്ഥാനം ബോധപൂർവം കൊടുക്കുകയാണെങ്കിൽ
നമ്മുടെ ജീവിത വിഷയങ്ങൾക്കെല്ലാം തീരുമാനമുണ്ടാകും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുക അച്ഛൻ്റെ കൂടെ. കർത്താവേ, ശതാധിപനെ പോലെ നിന്റെ സാന്നിധ്യത്തിന്റെ അതേ പ്രാധാന്യം അങ്ങയുടെ വചനത്തിനും നൽകി കർത്താവേ നൽകാനുള്ള വിശ്വാസത്താൽ ഈ നിമിഷം എന്നെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ അമ്മയെ പോലെ വചനത്തെ പരിചരിച്ച് പ്രയോഗത്തില് വരുത്താനുള്ള കൃപ എനിക്ക് ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ആരാധന. പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ സാക്ഷ്യം പറയാൻ അമ്മ അനുഗ്രഹിച്ചതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. എൻ്റെ പേര് കുഞ്ഞുമോൾ. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ഉടമ്പടിയിലൂടെ അമ്മ എനിക്കും എൻ്റെ കുടുംബത്തിനും ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ 1-2 കാര്യങ്ങൾ സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഈ ആൾത്താരയിൽ നിൽക്കുന്നത്. ഞാൻ 1/3/2020 ആദ്യമായി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഞാൻ കൃപാസനത്തിൽ വരുന്നത്. 15 വർഷമായി എൻ്റെ വീട്ടിലോട്ട് പോകാൻ എനിക്ക് വഴിയില്ലായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നിട്ടും ഈ വഴിയുടെ കാര്യം മാത്രം നടക്കാതെ വരികയും ഞാൻ ആ ഉടമ്പടിയിൽ തന്നെ ഉറച്ച് വിശ്വസിക്കുകയും അമ്മ മാതാവ് എനിക്ക് വഴി തുറന്നു തരും എന്ന വിശ്വാസത്താൽ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ ഇട്ട ഡേറ്റിൽ തന്നെയാണ് എൻ്റെ അമ്മ മാതാവ് എന്നെ വീട്ടിലോട്ട് പോകുന്ന വഴി തുറന്നു തന്നത്. അതിനുശേഷമാണ് ഞാൻ അമ്മയിൽ കൂടുതൽ വിശ്വസിക്കുകയും എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ അമ്മയെ കൂട്ടുപിടിക്കുകയും ചെയ്തത്. മകളുടെ 10ാം ക്ലാസ് പഠനം ഞാൻ അമ്മയുടെ കൈകളിൽ ഏൽപ്പിച്ചായിരുന്നു. അവൾക്ക് ഫുൾ A+ കൊടുത്ത് അമ്മ അനുഗ്രഹിച്ചു. അവളുടെ അഡ്മിഷൻ കാര്യങ്ങളിലെല്ലാം അമ്മ കൂടെ നടന്ന് എല്ലാ കാര്യങ്ങളും നടത്തി തരുമെന്ന രീതിയിൽ അവൾക്ക് അഡ്മിഷൻ എടുക്കുകയും തുടർന്ന് അവൾ ഡിഗ്രിക്ക് മാർവാനിസ് കോളേജിൽ BSc ബോട്ടണി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തു. 4ാമത്തെ ഉടമ്പടിയിൽ എനിക്ക് 2 പെൺമക്കളാണ്. എൻ്റെ മക്കളുടെ പഠനം അമ്മ ഏറ്റെടുക്കണമെന്ന് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ 2024 ഈസ്റ്ററിൻ്റെ ആരാധന മധ്യേ എൻ്റെ മകൾ എൻ്റെ അടുത്ത് നിന്ന് ആരാധന കൂടിക്കൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് മകൾ എൻ്റെ അടുത്ത് എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, അമ്മ എൻ്റെ ചെവിയിൽ ആരോ പറയുന്നു BSc നേഴ്സിംഗ് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവളുടെ കണ്ണിൽ കൂടി കണ്ണുനീര് വരികയും അവൾ പള്ളിയുടെ വെളിയിൽ ഇറങ്ങിപ്പോവുകയും ചെയ്തു. കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്നു. എൻ്റെ അടുത്ത് വന്ന് വീണ്ടും നിന്നു. അവൾക്ക് പള്ളിക്കകത്ത് നിൽക്കാൻ പറ്റുന്നില്ല. അവൾ വീണ്ടും പള്ളിയുടെ വെളിയിൽ ഇറങ്ങിപ്പോയി വെള്ളം കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ 3 പ്രാവശ്യം അവൾ പള്ളിയുടെ വെളിയിലോട്ട് ഇറങ്ങിപ്പോയി. കുർബാനയെല്ലാം കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് വന്ന് പറഞ്ഞു, അമ്മ എൻ്റെ ചെവിയിൽ ആരോ പറയുന്നു BSc നേഴ്സിംഗ് എടുക്കാൻ. അമ്മ കണ്ടായിരുന്നു, എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞായിരുന്നു. എനിക്ക് പള്ളിക്കകത്ത് നിൽക്കാൻ പറ്റിയില്ല, ഞാൻ അതാണ് പുറത്തോട്ട് പോയത് എന്ന് പറഞ്ഞു. എൻ്റെ 2 മക്കളും ബാലപാഠം മുതൽ ഞാൻ പള്ളിയിൽ കുർബാനയ്ക്ക് കൊണ്ടുപോകുന്നതാണ്. ഇത്രയും വർഷമായിട്ട് 2 മക്കളും കുർബാന നടന്നുകൊണ്ടിരിക്കുമ്പോൾ
പള്ളിയുടെ വെളിയിൽ ഇറങ്ങി പോയിട്ടില്ല. ആദ്യമായിട്ടാണ് എൻ്റെ മകൾ പള്ളിയുടെ വെളിയിൽ ആരാധന മധ്യേ ഇറങ്ങിപ്പോയത്. അത് അമ്മ മാതാവിൻ്റെ ഇടപെടലാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അവൾ BSc ബോട്ടണിയാണ് ചെയ്തുകൊണ്ടിരുന്നത്, സെക്കൻഡ് ഇയറാണ്. എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് നേഴ്സിംഗ് എടുക്കണം. പക്ഷേ +1 ആയപ്പോഴേ അവളുടെ അടുത്ത് പറഞ്ഞു BSc നേഴ്സിംഗ് എടുക്കാം. അപ്പോൾ അവൾക്ക് താല്പര്യമില്ല, നേഴ്സിംഗ് താല്പര്യമില്ല. അവൾ സെക്കൻഡ് ഇയർ ആയപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കതിനൊന്നും അഭിപ്രായം പറയാനില്ല. അവളെ പപ്പ സമ്മതിക്കില്ല. എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് പപ്പയെടുത്ത് പറയണം, എനിക്ക് നേഴ്സിംഗ് എടുക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ പറയില്ല, എനിക്കത് പറയാൻ സാധിക്കില്ല, നീ തന്നെ പറയാൻ പറഞ്ഞു. അവൾ പിറ്റേ ദിവസം രാവിലെ മുതൽ അവൾ സെർച്ച് ചെയ്യാൻ തുടങ്ങി. BSc നേഴ്സിംഗ് കോഴ്സ് എവിടെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ അവളെല്ലാം സെർച്ച് ചെയ്ത് എനിക്ക് അയച്ചു തരുന്നത് പുറത്തു പോയി പഠിക്കാനുള്ള കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു, നമുക്ക് പുറത്തു പോയി പഠിക്കുവാനുള്ള സാമ്പത്തികം നമുക്കില്ല, പപ്പ സമ്മതിക്കില്ല. നിൻ്റെ ആഗ്രഹപ്രകാരമാണ് നിനക്ക് മാർവാനീസിൽ അഡ്മിഷൻ എടുത്ത് തന്നത്. 1 വർഷം കൂടെയുള്ളൂ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ. അത് കംപ്ലീറ്റ് ചെയ്യേ, ബാക്കി കാര്യം പിന്നെ ആലോചിക്കാം. അവൾ അതിൽ തന്നെ ഉറച്ചു നിന്നു. സാധാരണ അവൾ ഒരു കാര്യത്തിനും അങ്ങനെ വാശി പിടിക്കുന്ന മോളല്ല. പക്ഷേ ഈ ഒരു കാര്യത്തിന് അവൾ അതിൽ വാശി പിടിച്ചു നിന്നു. അവൾ തന്നെ പുറത്തോട്ട് പോകാനുള്ള ഇൻ്റർവ്യൂകളും അവൾ സ്വന്തമായി ബയോഡേറ്റകളൊക്കെ അയച്ചു. ഇൻ്റർവ്യൂ ഒക്കെ അവൾ തന്നെ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഹസ്ബൻഡ് ഇതറിഞ്ഞിട്ട് വീട്ടിൽ പ്രശ്നമായി. 2 പേരുണ്ട്, എനിക്ക് ഒരാളുടെ കാര്യം മാത്രം പഠിപ്പിച്ച് നോക്കിയാൽ പോരാ, എനിക്ക് 2 പേരുടെയും കാര്യം നോക്കണം. അങ്ങനെയാണെങ്കിൽ നിനക്ക് BSc നേഴ്സിംഗ് എടുക്കണമെങ്കിൽ നിനക്ക് ഇവിടെ പഠിക്കാം, പുറത്തു പോയി പഠിക്കുവാൻ സാധ്യമല്ല. അവൾ പറഞ്ഞു, അപ്പം എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് തന്നാൽ മതി, ഞാൻ ലോൺ അടച്ചോളാം. അവിടെ പപ്പ പറഞ്ഞു, എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ പ്രമാണം നമ്മളെ കയ്യിലില്ല, അപ്പോൾ പിന്നെ എങ്ങനെ എഡ്യൂക്കേഷൻ ലോൺ എടുക്കും? അങ്ങനെയാണെങ്കിൽ നമുക്ക് വീട് വിൽക്കാം, എന്നിട്ട് 2 പേരുടെ പഠനത്തിനായിട്ട് മാറ്റിവെക്കാം. നിൻ്റെ ആവശ്യത്തിനുള്ള പൈസ നീ അതിൽ നിന്ന് കണ്ടെത്തിയാൽ മതി എന്ന് പറഞ്ഞു. അല്ലാതെ എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ പപ്പയും മോളും തമ്മിൽ എന്നും വഴക്കായിരുന്നു. അവർ തമ്മിൽ പരസ്പരം സംസാരിക്കാറില്ല. മുഖത്തോട് മുഖം നോക്കിയാലും 2 പേരും വഴക്കാണ്. പപ്പ വരുമ്പോൾ മോള് മുറിക്കകത്ത് ഇരിക്കും, വെളിയിലിറങ്ങത്തില്ല. മകളെ കാണുമ്പോൾ പപ്പയ്ക്കും ദേഷ്യമാണ്. വെറുതെ ഇവൾ അതിൻ്റെ ഇടയിൽ കോളേജിൽ ഡ്രോപ്പ് ചെയ്തു. അവൾ പുറത്ത് പഠിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. കോളേജിലും പറഞ്ഞു, കോളേജിലും പോകുന്നില്ല. അവളുടെ പപ്പ പറഞ്ഞു, വീട്ടിൽ വെറുതെ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല, ഇങ്ങനെ പുറത്ത് അല്ലെങ്കിൽ ജോലിക്ക് പോകണം. അല്ല, എൻ്റെ അടുത്ത് പറയും, അവൾ മൂത്ത് നരച്ച് വീട്ടിലിരുന്ന് പോകത്തേ ഉള്ളൂ, അവൾ വെറുതെ വാശി പിടിക്കുന്നത് എന്തിനാണെന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്നു. ഞാനാണ് എല്ലാത്തിനും കൂട്ടു നിൽക്കുന്നതെന്ന് പറയുന്നു. ഞാൻ അവളുടെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല, നേഴ്സിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. അവൾക്ക് സ്വന്തമായി തോന്നിയതാണ്. അപ്പം ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള ഇതിന് ശേഷമാണ് അവൾക്കിങ്ങനൊരു മാറ്റം സംഭവിച്ചത്. അത് അമ്മയാണ് ഇടപെട്ടതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കുക, അമ്മ ഇടപെട്ടെങ്കിൽ അമ്മ നടത്തി തരും, എന്നെ കൊണ്ടൊന്നും സാധ്യമല്ല എന്ന് ഞാൻ പറഞ്ഞു. അവസാനം അവൾ പള്ളിയിലൊരു സർക്കുലർ വന്നു, BSc നേഴ്സിങ് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ പഠിക്കാം. അപ്പം അവളുടെ അടുത്ത് പറഞ്ഞു, മോള് എങ്കിൽ അങ്ങനെയാണെങ്കിൽ നീ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ഇവിടെ നിന്ന് പഠിക്കാൻ പറഞ്ഞു. അപ്പം ഈ സംഭവം നടക്കുന്ന ഇടയിൽ ഞങ്ങൾ ഒരു റിലേറ്റീവ് നമ്മളെ വീട്ടിൽ വന്ന് പോവുകയും മകൾ എന്താണ് പഠിക്കുന്നതെന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. അപ്പോൾ അവൾ ഇങ്ങനെ പുറത്തോട്ട് പോകാനുള്ള ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നു. അത് പാസ്സാവുന്നുണ്ട്. പക്ഷേ പൈസ അടയ്ക്കാത്തതുകൊണ്ട് നമ്മൾ 1 ലക്ഷം രൂപ അടച്ചാൽ മാത്രമേ ആ സീറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മകൾ എൻ്റെ അടുത്ത് പറയും, അമ്മ 1 ലക്ഷം രൂപ അടയ്ക്കണം. ഞാൻ പറയും, എൻ്റെ കയ്യിൽ പൈസയില്ല, എനിക്ക് അടയ്ക്കാൻ പറ്റില്ല. അത് നടന്നില്ല. പിന്നെ അവൾ തന്നെ അടുത്ത യൂണിവേഴ്സിറ്റി അവൾ തന്നെ എല്ലാം നോക്കും. അപ്പം ഈ വന്നവർ അവിടെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു.
അവൾക്ക് പുറത്ത് പോയി പഠിക്കാനാണ് താല്പര്യമെന്ന് പറഞ്ഞു. ആ ഫാമിലി ഇവൾക്ക് ഫോൺ നമ്പർ കൊടുത്തിട്ട് പറഞ്ഞു, മോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഇടയ്ക്ക് അവർ വിളിച്ച് ചോദിക്കും എന്തായി പോകുന്ന കാര്യം. അപ്പം ഈ വെല്ലൂർ മെഡിക്കൽ കോളേജിലെ കാര്യം പറഞ്ഞപ്പോൾ പിന്നെ അവളെ പപ്പയെടുത്ത് തർക്കിക്കാൻ വേറെ വഴിയില്ല. പിന്നെ ഞാൻ ഇവിടെ തന്നെ പഠിക്കാം എന്നുള്ളൊരു തീരുമാനം അവളുമായി. അപ്പോൾ ആ അങ്കിളിൻ്റെ അടുത്ത് അവൾ പറഞ്ഞു, ഞാനിവിടെ പഠിക്കാം, എനിക്ക് പുറത്ത് പോയി പഠിക്കാൻ പറ്റില്ല, പപ്പ സമ്മതിക്കില്ല, എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ പറ്റത്തില്ല, പ്രമാണം ബാങ്കിലാണ്, അതുകൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം പുള്ളി ചോദിച്ചു, മോൾക്ക് എവിടെ പഠിക്കാനാണ് താല്പര്യം? അത് എനിക്ക് UK പഠിക്കാനാണ് താല്പര്യമെന്ന് പറഞ്ഞു. എങ്കിൽ പപ്പയുടെ അടുത്ത് മോള് വൈകുന്നേരം ആകുമ്പോൾ എന്നെ വിളിക്കാൻ പറ എന്ന് പറഞ്ഞു. വൈകുന്നേരമായപ്പോൾ പപ്പ വന്നപ്പോൾ അവൾ പറഞ്ഞു, പപ്പ അങ്കിളിനെ വിളിക്കാൻ പറഞ്ഞു. പപ്പ വിളിച്ചു. നീ എന്താണ് അവൾക്ക് പുറത്ത് പോയി പഠിക്കണമെന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കാത്തതെന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, പ്രമാണം ബാങ്കിലാണ്, അതിപ്പോൾ എടുക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല. എത്ര രൂപയാണ് പ്രമാണം എടുക്കാനെന്ന് ചോദിച്ചു. ബാങ്കിൽ പോയാലേ അറിയാവൂന്ന് പറഞ്ഞു. നീ നാളെ തന്നെ ബാങ്കിൽ പോയി അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തരാൻ പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ ബാങ്കിൽ പോയി ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തു. പുള്ളി ആ ബാങ്കിൽ എത്ര രൂപയാണ് അടയ്ക്കേണ്ടത് ആ പൈസ എൻ്റെ അക്കൗണ്ടിലോട്ട് അയച്ചു തന്നു. പ്രമാണം എടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും പുള്ളി ചെയ്തു. 7 ദിവസമായപ്പോൾ പ്രമാണം ഞങ്ങളുടെ കയ്യിൽ കിട്ടി. പുള്ളി എന്നിട്ട് പറഞ്ഞു, ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് എഡ്യൂക്കേഷൻ ലോൺ എടുക്കാനുള്ള കാര്യങ്ങളെല്ലാം പുള്ളി പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞു. പുള്ളിയാണ് അച്ചായനെ കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിച്ചത്. 2 ആഴ്ച കൊണ്ട് ലോൺ സാങ്ഷനായി. നമ്മുടെ എല്ലാ കാര്യങ്ങളും മാതാവ് നിന്ന് ചെയ്യിപ്പിക്കും പോലെ നമുക്ക് വേണ്ടി ഒരു ബാങ്ക് മാനേജർ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന് ബാങ്ക് മാനേജർ ആ ബാങ്കിൽ നിന്ന് മാറി പുതിയ ബാങ്ക് മാനേജർ വന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് കൂടുതൽ പറയാൻ എനിക്കറിയത്തില്ല. ഞാൻ മകളുടെ കയ്യിൽ കൊടുക്കാം. പള്ളിയിൽ ആരാധന കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു എനിക്ക് ഇതേപോലെ എൻ്റെ ചെവിയിൽ ആരോ ഇങ്ങനെ വന്ന് പറയുന്നതായിട്ട് എനിക്ക് തോന്നി BSc നഴ്സിംഗ് എടുക്കാനായിട്ട്. എൻ്റെ ബോഡി ഫുൾ കംപ്ലീറ്റ്ലി മരവിച്ചിട്ട് എൻ്റെ ബോഡി തന്നെ എനിക്കൊരു വെയ്റ്റ്ലെസ് ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെ 2-3 പ്രാവശ്യം പള്ളിയുടെ വെളിയിൽ ഞാൻ ഇറങ്ങിപ്പോവുണ്ടായി. അങ്ങനെ ഞാൻ ഇതേപോലെ അമ്മ പറഞ്ഞതുപോലെ എനിക്കൊരു റിലേറ്റീവ് ഉണ്ടായിരുന്നു, അങ്കിളായിരുന്നു എനിക്ക് പ്രമാണം എടുക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾക്ക് ലോൺ സാങ്ഷനായി. ഇപ്പം നാളെ എനിക്ക് ഫീസ് അടയ്ക്കണമെങ്കിൽ ഇന്നാണ് എനിക്ക് ലോൺ സാങ്ഷനായത്. അപ്പം അന്ന് വൈകുന്നേരം അവർ പറയുകയാണ്, അതായത് അതുവരെ 10% ഞങ്ങൾ അടച്ചാൽ മതി, 90% ബാങ്ക് തരുമെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു 30% ഞങ്ങൾ ഇടണം, 70% അവർ തരത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്കത് ഭയങ്കര ഹ്യൂജ് എമൗണ്ട് ആയിട്ട് തോന്നി. അപ്പം ഞാൻ ആ സമയത്ത് ഇവിടുന്ന്, അതായത് എൻ്റെ ഏജൻസി എറണാകുളത്താണ്, അപ്പം ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്ന് എറണാകുളത്ത് പോകുന്ന സമയത്താണ് ബാങ്ക് ഇത് വിളിച്ച് പറയുന്നത്. അപ്പം ലാസ്റ്റ് മൊമെൻറ്റിൽ വേറെ ചോയ്സ് ഇല്ല ഞങ്ങൾക്ക്. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് എറണാകുളം പോകുന്നത് വരെ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നു. അതായത് അവരാദ്യം പറഞ്ഞതുപോലെ 10% മാത്രം ഞങ്ങൾക്ക് അടയ്ക്കേണ്ടി വരണേ മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ നെക്സ്റ്റ് ഡേ ലോൺ സാങ്ഷൻ ആവുന്ന സമയത്ത് ഞാൻ സാങ്ഷൻ ലെറ്റർ മേടിച്ച് നോക്കിയപ്പം ഞാൻ പ്രാർത്ഥിച്ചതുപോലെ എനിക്ക് 10% മാത്രം അടച്ചാൽ മതിയായിരുന്നു, 90% ബാങ്ക് തരുമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ബാങ്ക് മാനേജർ ആയിരുന്നാലും നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു ഞങ്ങളടുത്ത്. പിന്നെ ലോൺ സാങ്ഷൻ കഴിഞ്ഞു. ഞങ്ങൾ അന്ന് തന്നെ 10 ലക്ഷം രൂപ യൂണിവേഴ്സിറ്റിക്ക് ഫീസ് അടച്ചായിരുന്നു. അതിനുശേഷം ഇൻഷുറൻസ്, ബാക്കി എമൗണ്ട്, ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം ഞങ്ങളെ ഒരാൾ ഗൈഡ് ചെയ്യും പോലെയായിരുന്നു ബാക്കിയുള്ള പ്രോസസ്സ് എല്ലാം നടന്നുകൊണ്ടിരുന്നത്. അതായത് ഞങ്ങൾക്ക് ആരും ഇങ്ങനെ ഞങ്ങളുടെ കൂടെ ആരോ ഉള്ളതുപോലെയായിരുന്നു. ഇപ്പം ഞാനിപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു. 20th ഞാൻ പോകുന്നത്. ഏറ്റവും അവസാനമാണ് എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തത്, വിസ പ്രോസസ്സിങ്. പക്ഷേ ആദ്യം വിസ വന്നത് എനിക്കായിരുന്നു ആ ഒരു ഏജൻസിയിൽ. 20th ഞാൻ പോവുകയാണ്. അതേപോലെ തന്നെ എൻ്റെ കൂടെയുള്ളൊരു കുട്ടിക്ക്
20-ാം തീയതി ടിക്കറ്റ് എടുത്തെങ്കിൽ പോലും അവൾക്ക് വിസ വന്നിട്ടില്ലായിരുന്നു. അപ്പം ഞാനിതേപോലെ അവൾക്ക് ഈ ആഴ്ചത്തെ ചൊവ്വാഴ്ച ദാനം അയച്ചു കൊടുത്തിട്ട് മുട്ടിമേ നിന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞായിരുന്നു. നിനക്ക് ഇതേപോലെ പ്രാർത്ഥിക്കണം, നിനക്ക് വിസ ഉടനെ വരും, ഞങ്ങൾ കൃപാസനത്തിൽ, അതായത് ഇന്ന് കൃപാസനത്തിൽ പോകുന്നതിന് മുമ്പായിട്ട് നിനക്ക് ഉറപ്പായിട്ടും വിസ വരും എന്ന് പ്രാർത്ഥിച്ച് ഇന്നലെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും അവൾക്ക് വിസ വന്നു. അങ്ങനെ ഞങ്ങൾ 20-ാം തീയതി ഞങ്ങൾ 3 പേരുമായിട്ട് പോവുകയാണ് UK-യിലേക്ക്. കഴിഞ്ഞ വർഷം റാലിക്ക് പങ്കെടുത്തപ്പോഴും ഞാൻ ജപമാല റാലിക്ക് ഞാൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, ജപമാല റാലി ഉടനീളം ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അടുത്ത വർഷം ജപമാല റാലി ഞാൻ UK ഇരുന്ന് ഓൺലൈനിൽ കൂടാൻ പറ്റണേന്ന്. അതേപോലെ തന്നെ ഈ വർഷം ഒക്ടോബറിൽ റാലി നടക്കുന്ന സമയത്ത് ഞാൻ UK-യിലായിരിക്കും. ഇത്രത്തോളം അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. ചെയ്യുന്ന പ്രേക്ഷിത വേലയെന്ന് പറയുന്നത് പത്രം ഞാൻ 2020 മുതലാണ് ഞാൻ ഉടമ്പടിയിലായിരിക്കുന്നത്. ഈ 2020 മുതൽ ഞാൻ എൻ്റെ നെറ്റിയിൽ എന്നും ഉടമ്പടി തൈലം രാവിലെ 5:30 എണീറ്റ് പ്രാർത്ഥിച്ച് ഉടമ്പടി പ്രാർത്ഥന ഞാൻ ചൊല്ലാത്തൊരു ദിവസമില്ല. സന്ധ്യാപ്രാർത്ഥന ഇതുവരെ ഞാൻ മുടക്കിയിട്ടില്ല. എല്ലാ ദിവസവും എനിക്ക് പ്രതീക്ഷയുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ മാതാവ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇടപെടും. നമ്മൾ പറയാത്ത വിഷയങ്ങളിൽ പോലും മാതാവ് നമ്മുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കും. എന്ത് വിഷയമായിക്കൊള്ളട്ടെ, മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്തിന് സാധ്യമെന്ന വചനം നമ്മൾ മുറുകെ പിടിച്ച് നമ്മൾ മാതാവിനോട് പ്രാർത്ഥിച്ചാൽ മതി. ഞങ്ങളെക്കൊണ്ടൊന്നും സാധ്യമല്ല. നമ്മൾ വിചാരിക്കാത്ത രീതിയിലാണ് മാതാവും ഈശോയും ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. നമ്മൾ അതിനൊന്നും നമ്മൾ ഒരു ഇഞ്ച് പോലും നമ്മൾ പിന്മാറാൻ പാടില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ പത്രം വാങ്ങിച്ച്, ഞാൻ ഒരു മെഡിക്കൽ ഫീൽഡാണ്, എനിക്കൊരു സ്ഥാപനമുണ്ട്, ലാബാണ്, ഞാൻ ഹോം സർവീസ് ചെയ്യാറുണ്ട്. എല്ലാ വീടുകളിലും ഞാൻ ഈ പത്രവും ഉടമ്പടി തൈലവും ഉപ്പും ഞാൻ കൊണ്ടുപോകാറുണ്ട്. രോഗികൾക്ക് നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. ഞാൻ ഡ്രസ്സിങ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അച്ഛൻ്റെ ധ്യാനങ്ങളും ഉടമ്പടി സാക്ഷ്യങ്ങളും അവർക്ക് കേൾപ്പിച്ച് കൊടുത്താണ് ഞാൻ ഡ്രസ്സിങ് ചെയ്യാറുള്ളത്. വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും എനിക്ക് ഇവിടുത്തെ ഉപ്പും ഉപയോഗിച്ച് ഓയിൻമെൻ്റൊന്നും പുരട്ടാതെ തന്നെ ഞാൻ ഇടപെടുന്ന രോഗികളിൽ ഡ്രസ്സിങ് ചെയ്ത് എനിക്ക് പോലും എൻ്റെ കണ്ണുകളെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ അത്ഭുതം അമ്മ ചെയ്തിട്ടുണ്ട്. അക്രൈസ്തവരിലാണ് അവരും ഇന്നും മാതാവിൻ്റെ രൂപം എന്നിൽ നിന്ന് വാങ്ങിച്ച് 5:30 മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഉണ്ട്. ഞാൻ ഉടമ്പടി വസ്തുക്കൾ എത്ര ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയാലും എനിക്കത് തികയാറില്ല. ഞാനിവിടെ വരുന്നതിന് മുമ്പ് എല്ലാം തീരാറുണ്ട്. എൻ്റെ കൂടെ ഒത്തിരി അക്രൈസ്തവർ വരുന്നുണ്ട്. ഇവിടെ ഞാൻ എപ്പോഴും 8-9 പേരിൽ കുറയാതെ ഇവിടെ ഞാൻ കൃപാസനത്തിൽ വരാറുണ്ട്. അവരാണ് എല്ലാ മാസവും എന്നെ കൃപാസനത്തിൽ പോണ്ടേ എന്ന് ചോദിച്ചിട്ട് എൻ്റെ കൂടെ വരുന്നത്. ഞാൻ സാക്ഷ്യങ്ങൾ സ്റ്റാറ്റസ് ഇടാറുണ്ട്. എൻ്റെ സ്റ്റാറ്റസ് ഒരു ദിവസം 270 പേര് 300 പേര് കാണുന്നതാണ്. ഞാൻ ഒത്തിരി പേഷ്യൻസാണ് എൻ്റെ സ്റ്റാറ്റസിലുള്ളത്. അപ്പോൾ അവരുടെ ഒരു വിഷയങ്ങൾ ചില ആൾക്കാർ എൻ്റെ അടുത്ത് സംസാരിക്കാറുണ്ട്. ഞാൻ അവരുടെ അടുത്ത് എൻ്റെ സ്ഥാപനത്തിൽ വരാൻ പറയും, പത്രം കൊടുക്കും, ഞാൻ ഉപ്പ് കൊടുക്കും, ഞാൻ അമ്മയുടെ ലോക്കറ്റ് കൊടുത്ത് അത് വെച്ച് പ്രാർത്ഥിക്കാൻ പറയും. ലോണുകൾ സാങ്ഷൻ ആവാത്തവർ ഞാൻ പറയും, മാനേജറെ കാണാൻ വേണ്ടി പോകുമ്പോൾ ഉപ്പ് ഇട്ട് അവിടുത്തെ ആ റൂമിൽ കയറി സംസാരിക്കാൻ പറയും. അങ്ങനെയൊക്കെ അമ്മ മാതാവ് എന്നിലൂടെ ഒത്തിരി പേർക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തനമായിട്ട് മകളും എൻ്റെ അമ്മയും മെഡിക്കൽ കോളേജിൽ ക്യാൻസർ വാർഡിൽ ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ മെഡിക്കൽ കോളേജിലെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഫുഡ് വരുന്നത് കൊണ്ട് പിന്നെ നമ്മൾ പിറ്റേ പ്രാവശ്യം നമ്മൾ പേരുക്കട ഹോസ്പിറ്റലിലാണ് കൊണ്ടുകൊടുത്തത്. അവിടെ രോഗികൾക്ക് ആഹാരം വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ഞാൻ പോകുന്ന പേഷ്യൻസിന് നമുക്ക് കാരുണ്യ പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാരിൽ നിന്ന് പൈസ വാങ്ങിക്കാറില്ല. അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു മനസ്സ് എനിക്ക് ഇന്നുണ്ട്. എൻ്റെ കയ്യിലൊരു 500 രൂപയേ ഉള്ളൂ എങ്കിലും അത് കൊടുക്കുവാനുള്ള ഒരു മനസ്സ് ഇന്ന് എനിക്ക് ഈ അമ്മയുടെ നടയിൽ വന്നതിന് ശേഷം എനിക്കുണ്ട് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുവാൻ. പിന്നെ ഞാനിവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു പ്രാവശ്യത്തെ സാക്ഷ്യത്തിൽ സാമ്പത്തികമായി ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഒരമ്മ ഇവിടെ കൃപാസനം സഞ്ചി കൊണ്ടുപോകുന്ന അതിനകത്ത് പേഴ്സ് വെച്ച് ആ അമ്മ
ഉപയോഗിച്ചതിന് ശേഷം ആ അമ്മയുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി ആ അമ്മയുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നു എന്ന് സാക്ഷ്യം ഞാൻ കേട്ടു. അതിനുശേഷം ഞാനും ഒരു പേഴ്സ് അതുപോലെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയ സഞ്ചിയിൽ സൂക്ഷിച്ചു, ഞാൻ ഉപയോഗിക്കുന്നു. ഇന്ന് വരെയും എൻ്റെ ഒരു ആവശ്യങ്ങൾക്കും അമ്മ ഒരു കുറവ് എനിക്ക് തന്നിട്ടില്ല. എനിക്ക് വലുതും ചെറുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന് ഈ ആൾക്കാരിൽ സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും ഒത്തിരിയേറെ നന്ദി പറയുന്നു.